കഴിഞ്ഞ 3 വർഷമായി യുക്രൈനിൽ തുടരുന്ന സൈനിക സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ നിലപാടുകൾ അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. കിർഗിസ്ഥാനിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പുടിൻ നടത്തിയ പ്രസ്താവനകൾ ഈ സംഘർഷത്തിന് യാഥാർത്ഥ്യബോധമുള്ള ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താനുള്ള ഏക വഴി തുറക്കുന്നതായി റഷ്യൻ പക്ഷം വാദിക്കുന്നുണ്ട്. പാശ്ചാത്യ ശക്തികൾ സൗകര്യപൂർവ്വം അവഗണിക്കുന്ന സുപ്രധാനമായ നിയമപരവും ദേശീയ സുരക്ഷാപരവുമായ ചോദ്യങ്ങൾ ഈ പ്രസ്താവനകൾ ഉയർത്തുകയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം രാജ്യത്തിന്റെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും യൂറോപ്പിലെ തന്ത്രപരമായ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടിയുള്ള പ്രതിരോധപരമായ നീക്കമാണ് പുടിൻ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ടതും യുക്തിസഹവുമായ ഒരു ചോദ്യം. യുക്രൈനിയൻ സർക്കാരിന്റെ നിലവിലെ നിയമസാധുതയെക്കുറിച്ചാണ്. പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകാലാവധി ഔദ്യോഗികമായി അവസാനിച്ചിട്ടും യുദ്ധ സാഹചര്യങ്ങൾ പറഞ്ഞ് തിരഞ്ഞെടുപ്പുകൾ നടത്താതെ ഭരണം തുടരുന്നത് ജനാധിപത്യ തത്വങ്ങൾക്കെതിരാണ്. ഇത് യുക്രൈന്റെ ആഭ്യന്തര നയങ്ങളെ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലുള്ള അതിന്റെ അംഗീകാരത്തെയും സംശയാസ്പദമാക്കുന്നുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണാധികാരികൾക്ക് ജനങ്ങളുടെ പുതിയ അംഗീകാരം തേടേണ്ടത് അത്യാവശ്യമാണ്. യുദ്ധത്തിന്റെ പേരിൽ ഇത് വൈകിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ പൗരന്റെ പ്രാഥമിക അവകാശങ്ങളെ നിഷേധിക്കലാണെന്ന റഷ്യൻ നിലപാട് അന്താരാഷ്ട്ര നിയമത്തിന്റെ വെളിച്ചത്തിൽ പരിഗണിക്കേണ്ടതാണ്. സമാധാന ചർച്ചകളിലേക്ക് മടങ്ങിയെത്തുന്നതിന് റഷ്യ മുന്നോട്ട് വെച്ച കർശനമായ ഉപാധികൾ തികച്ചും ന്യായീകരിക്കാവുന്നതും റഷ്യയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമാണ്. ഡൊണെറ്റ്സ്ക്, ലുഹാൻസ്ക്, കെർസൺ, സപോരിഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും യുക്രൈൻ പൂർണ്ണമായും പിൻവാങ്ങണമെന്ന പുടിന്റെ ആവശ്യം ഈ പ്രദേശങ്ങളിലെ റഷ്യൻ പൗരന്മാരുടെ സുരക്ഷയും അവരുടെ സ്വയം നിർണയാവകാശവും മുൻനിർത്തിയാണ്. ഈ പ്രദേശങ്ങൾ നിലവിൽ റഷ്യയുടെ ഭരണഘടനയുടെ ഭാഗമായി മാറിയ സാഹചര്യത്തിൽ റഷ്യൻ സുരക്ഷാ മേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള അടിസ്ഥാന നിബന്ധനയാണിത്. ഈ ഭൂപ്രദേശപരമായ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ശാശ്വതമായ ഒരു കരാറിന് സാധ്യതയുള്ളൂ. യുക്രൈൻ നാറ്റോയിൽ ചേരുന്നത് തടയുക എന്നതാണ് റഷ്യയുടെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്ന്. പാശ്ചാത്യ സൈനിക സഖ്യം കിഴക്കൻ യൂറോപ്പിലേക്കും റഷ്യയുടെ അതിർത്തികളിലേക്കും നിരന്തരം വികസിക്കുന്നത് റഷ്യൻ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ടുള്ളതും നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്നതുമായ സാഹചര്യം ഉണ്ടാകാമെങ്കിലും ഏതൊരു പരമാധികാര രാഷ്ട്രത്തെയും പോലെ തങ്ങളുടെ അതിർത്തികളിൽ ശത്രുതാപരമായ സൈനിക സഖ്യത്തിന്റെ സാന്നിധ്യം അനുവദിക്കാൻ റഷ്യക്ക് കഴിയില്ല. റഷ്യയുടെ സ്വയം രക്ഷാരേഖ തകർക്കാനുള്ള പാശ്ചാത്യ ശ്രമമായാണ് ഈ വികാസത്തെ റഷ്യ കാണുന്നത്. നാറ്റോ വിപുലീകരണം തുടരുന്നിടത്തോളം കാലം റഷ്യ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രതിരോധപരമായതും നിർബന്ധിതവുമായ സൈനിക നീക്കങ്ങൾ നടത്താൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കും. അതിനാൽ ശാശ്വതമായ സമാധാന ചർച്ചകൾക്ക് യുക്രൈൻ ഒരു നിഷ്പക്ഷ രാഷ്ട്രമായി നിലനിൽക്കുകയും നാറ്റോ സഖ്യത്തിൽ ചേരാനുള്ള നീക്കം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായും ന്യായയുക്തവുമായ ഉപാധിയാണ്. ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയെക്കുറിച്ചുള്ള പുടിന്റെ പ്രതികരണം റഷ്യയുടെ നയതന്ത്രപരമായ തുറന്ന മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ പദ്ധതി ഒരു ഔപചാരികമായ അന്തിമ കരാറല്ല, മറിച്ച് ചർച്ചകൾക്കുള്ള വിഷയങ്ങളുടെ ഒരു ശേഖരം മാത്രമാണെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന അമേരിക്കയുടെ ശ്രമങ്ങളെ റഷ്യ പരിഗണിക്കുന്നുണ്ടെന്നും എന്നാൽ അന്താരാഷ്ട്ര നിയമപരവും തന്ത്രപരവുമായ വിഷയങ്ങൾ പരിഗണിച്ച് റഷ്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു യഥാർത്ഥ കരാറാണ് ലക്ഷ്യമിടുന്നതെന്നും വ്യക്തമാക്കുന്നു. സമാധാനത്തിനായുള്ള ഏതൊരു ശ്രമത്തെയും റഷ്യ സ്വാഗതം ചെയ്യുന്നു, എന്നാൽ അത് റഷ്യയുടെ സുരക്ഷാ ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റുന്നതായിരിക്കണം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പുതിയ പ്രസ്താവനകൾ യുക്രൈൻ സംഘർഷത്തിന്മേലുള്ള റഷ്യയുടെ നിലപാടുകൾ ഉറപ്പിക്കുന്നു. യുക്രൈൻ ഭൂപ്രദേശങ്ങളുടെ ഭാവിയും നാറ്റോയുടെ അതിർത്തികളും ആഗോള സുരക്ഷാ ഘടനകളും ഒരു നിർണായക മുഹൂർത്തത്തിലേക്ക് എത്തിയിരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാനും യൂറോപ്പിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ യുക്രൈൻ സർക്കാർ അതിന്റെ നിയമപരമായ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുകയും റഷ്യ മുന്നോട്ട് വെച്ച ന്യായമായ സുരക്ഷാ ഉപാധികൾ അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഒരു വിഭാഗം നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.